പ്രിയ വിദ്യാർത്ഥികളെ, +1 ഏകജാലക കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾക്ക് തന്നെ സ്വയം നിർമ്മിക്കാം. സംശയിക്കണ്ട, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഏകജാലക കാൻഡിഡേറ്റ് ലോഗിൻ സ്വയം നിർമ്മിക്കാം. എങ്ങനെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമെന്നല്ലേ അടുത്ത ചോദ്യം. ഇതാ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. ആരൊക്കെ കാൻഡിഡേറ്റ് ലോഗിൻ നിർമ്മിക്കേണ്ടി വരും? അതെ, എല്ലാ വിദ്യാർത്ഥികളും കാൻഡിഡേറ്റ് ലോഗിൻ നിർമ്മിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതെ, 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമതായി, നിങ്ങൾ മുമ്പ് നൽകിയ അപേക്ഷയിൽ യാതൊരു തെറ്റുകളും ഇല്ല എന്ന് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമതായി, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അവ നടത്തുന്നതിന് വേണ്ടിയിട്ട്. മൂന്നാമതായി, നിങ്ങളുടെ അലോട്ട്മെന്റും അഡ്മിഷനും ഉൾപ്പെടെയുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. നാലാമതായി, ജനറൽ കാറ്റഗറിയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അഥവാ EWS വിദ്യാർത്ഥികൾക്കായി മാറ്റിവെച്ച 10% സംവരണ സീറ്റുകളിലേക്കുള്ള അപേക്ഷ സമർപ്പണത്തിന്. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാൻഡിഡേറ്റ് ലോഗിൻ നിർബന്ധമാക്കിയിരിക്കുന്നത്. എങ്ങനെ നൽകും എന്നല്ലേ? ഇതാ, ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ നിർമ്മിക്കണം. ഇനി നമുക്ക് ക്രിയേഷൻ ആരംഭിക്കാം. സിമ്പിളായ 3 സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമതായി, നിങ്ങൾ മുമ്പ് നൽകിയ അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കുക. വ്യക്തി വിവരങ്ങൾ, ബോണസ് പോയിന്റിനുള്ള വിവരങ്ങൾ, ലോക്കൽ ബോഡി തുടങ്ങിയവയിൽ തിരുത്തലുകൾ ഉണ്ടോ? നിങ്ങൾ നൽകിയ ഓപ്ഷനുകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളോ പുനഃക്രമീകരണങ്ങളോ ആവശ്യമുണ്ടോ? ഇവയാണ് ആദ്യമായി നിങ്ങൾ തീരുമാനിച്ചുറപ്പിക്കേണ്ടത്. അതോടൊപ്പം അപേക്ഷയിൽ നൽകിയ നമ്പർ ഉള്ള ഫോൺ കൈവശം കരുതുകയും ചെയ്യുക. അതിനുശേഷം മാത്രം നാം രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്, മുകളിൽ കാണുന്ന ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് മുമ്പ് അപേക്ഷാ സമർപ്പണത്തിന് നൽകിയിരുന്ന ബേസിക് ഡീറ്റെയിൽസ്, സ്കീം ഓഫ് യുവർ SSLC, രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി മുമ്പ് അപേക്ഷയിൽ നിങ്ങൾ സമർപ്പിച്ചിരുന്ന ഫോൺ നമ്പർ ദൃശ്യമാവുകയും സെൻഡ് OTP എന്നിടത്ത് ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച OTP നെറ്റിൽ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. എങ്ങനെയാണ് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്? പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഉദാഹരണമായി ഒരു പാസ്വേഡ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നു. ഈ വിദ്യാർത്ഥിയുടെ പേര് അനു. വിദ്യാർത്ഥി നൽകിയ പാസ്വേഡ് anu@2020. ഇവിടെ കുറെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ അക്ഷരം വലിയ അക്ഷരമാണ്. എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അതിലുണ്ട്. 2020 എന്ന അക്കങ്ങളും അതിലുണ്ട്. കഴിഞ്ഞു. ഇതാണ് പാസ്വേഡ്. ഈ പാസ്വേഡ് മറക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും നിർബന്ധമായ കാര്യമാണ്. ഈ പാസ്വേഡ് നൽകി സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്, താഴെ കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ യൂസർ നെയിം എന്ന കോളത്തിൽ നിങ്ങളുടെ ഏകജാലക അപേക്ഷാ നമ്പർ ഉപയോഗിക്കുകയും മുമ്പ് തയ്യാർ ചെയ്ത നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടെ പാസ്വേഡും നൽകി ജില്ല തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ പേജിലേക്ക്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ദൃശ്യമായി വരുന്ന 3 ലിങ്കുകളുണ്ട്. ഒന്നാമതായി വ്യൂ യുവർ ആപ്ലിക്കേഷൻ, രണ്ടാമതായി
എഡിറ്റ് യുവർ ആപ്ലിക്കേഷൻ, മൂന്നാമതായി പ്രിന്റ് യുവർ ആപ്ലിക്കേഷൻ. ഇത് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പിന്നീട് നിങ്ങളുടെ അലോട്ട്മെന്റിന്റെ റിസൾട്ടും അലോട്ട്മെന്റ് സ്ലിപ്പ് പ്രിന്റ് എടുക്കുന്നതിനുള്ള ഓപ്ഷനും നിങ്ങളുടെ ഫീസ് അടക്കുന്നതിനുള്ള ഓപ്ഷനും ഇവയുടെ ചുവടെ പ്രത്യക്ഷപ്പെടും. ഇതോടുകൂടി ലോഗിൻ ക്രിയേഷൻ എന്ന സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്റ്റാറ്റസ് ഓഫ് യുവർ ആപ്ലിക്കേഷൻ ഈസ് കൺസിഡേർഡ് ഫോർ അലോട്ട്മെന്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് യു ആർ സേഫ്. നിങ്ങൾക്ക് ഇവിടെ ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ അപേക്ഷയിൽ തിരുത്തലുകൾ ഉണ്ട് എങ്കിൽ മാത്രം എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു വാണിംഗ് പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങൾക്ക് തിരുത്താൻ അവസരമുണ്ട്, പക്ഷെ ഒരേ ഒരു അവസരം മാത്രമേ നിങ്ങൾക്കുള്ളൂ. തിരുത്തുന്നതോടുകൂടി ഫൈനൽ കൺഫർമേഷനും നൽകൽ നിർബന്ധമാണ് എന്ന ഒരു വാണിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മുമ്പ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത അതേ പേജുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പൺ ആയി വരികയും നിങ്ങളുടെ അപേക്ഷാ വിവരങ്ങൾ പൂർണ്ണമായും റിഫ്രഷ് ചെയ്യുകയും നിങ്ങളുടെ അപേക്ഷാ വിവരങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും എഡിറ്റുകൾ ഉള്ള സ്ഥലങ്ങളിൽ തിരുത്തലുകൾ വരുത്തി നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ നൽകേണ്ടതുമാണ്. ഇതോടുകൂടി നിങ്ങൾ എഡിറ്റിംഗ് സ്റ്റേജിലേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ തിരുത്തലുകളും വരുത്തി അവസാനം നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് നൽകാം. ഇനി ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥിയാണ് എങ്കിൽ മാത്രം അവരുടെ വിൻഡോയിൽ EWS അപ്ഡേഷൻ എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അത്തരം വിദ്യാർത്ഥികൾ സൈറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 4 ലക്ഷം രൂപയിൽ കുറഞ്ഞ വാർഷിക വരുമാനമുള്ള അത്തരം വിദ്യാർത്ഥികൾ അനക്ഷർ 1, 1 or 2 കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ഇവിടെ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ അപ്ഡേഷൻസ് നടത്തുകയും ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എഡിറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് തിരുത്തലുകൾ ഇല്ല എങ്കിൽ വളരെ സിമ്പിളായി നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. തിരുത്തലുകൾക്കും കാൻഡിഡേറ്റ് ലോഗിൻ പൂർത്തീകരിക്കുന്നതിനും പുതിയ സർക്കുലർ പ്രകാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ട സമയം ഓഗസ്റ്റ് മാസം 20-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായ തിരുത്തലുകൾ വരുത്താവുന്നതാണ്.